Good morning, dear students. Welcome to another session of online class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. നമ്മുടെ പ്രോഡക്ട്സ് സാമ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് നടത്തുന്ന പ്രോഡക്ട്സ് സാമ്പിൾസ് ആയിട്ട് കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ്, ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ, ഒരു പുതിയ ടൈപ്പോ പുതിയ ഫ്ലേവറോ ഒക്കെ ഉള്ള പ്രോഡക്റ്റുകൾ വരുമ്പോഴോ ബിസിനസ്മാൻ എന്ത് ചെയ്യുന്നു? ഇത് തൻ്റെ കസ്റ്റമേഴ്സിനെ, സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിനെ ഒരു സാമ്പിൾ പ്രോഡക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ സാമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം അവർക്ക് ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അത് നല്ല രീതിയിൽ നല്ല പ്രോഡക്റ്റ് ആണെന്ന് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ഓർഡേഴ്സ് വരുന്നു. അങ്ങനെ ആ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നു. ഇതാണ് ബിസിനസ്സിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ സാമ്പിൾസ് കൊടുക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് പോലെ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് അതെന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറാണ്, എക്സ്പെൻസസ് ആണ്. എക്സ്പെൻഡിച്ചറല്ല, എക്സ്പെൻസസ് ആണ്, അല്ലേ? അത്തരം എക്സ്പെൻസസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാവുന്ന ഒരു എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആണ് എന്ത്? പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സൈഡ് കൂടിയുണ്ട് ഇതിന്. ഇത് ആക്ച്വലി ഇത് പർച്ചേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റീസെയിലിന് വേണ്ടി, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടി, റീസെയിൽ എന്ന് പറയാൻ പറ്റില്ല, സെയിൽസിന് വേണ്ടി വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സാമ്പിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അനദർ ഡ്യുവൽ ആസ്പെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് പർച്ചേസസിൽ നിന്ന് കുറയ്ക്കണം, റെഡ്യൂസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഒന്ന്, അത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. രണ്ട്, പർച്ചേസസിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഡ്യുവൽ ആസ്പെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയുന്നത് ഫ്രീ സാമ്പിളുകളായിട്ട്, ഫ്രീ എന്ന് പറയുന്നത് വിത്തൗട്ട് എനി കോസ്റ്റ്, പണമൊന്നും വാങ്ങാതെ സാമ്പിൾസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഫ്രീ സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വരുന്ന എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി മറ്റ് ആസ്പെക്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇത് പർച്ചേസസിൽ, നമ്മൾ സെയിൽസിന് വേണ്ടി വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ആണ്. പർച്ചേസസിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. ചില ഹിഡൻ എക്സ്പെൻസസ് ഉണ്ടാവാം, ഹിഡൻ ഐറ്റംസ്. ഹിഡൻ ഐറ്റംസ് എന്ന് പറയാ എന്ത് ഐറ്റംസിനെയാണ്? എസ്പെഷ്യലി, അല്ലെങ്കിൽ എന്താണ്, സ്പെസിഫിക് ആയിട്ട് പറയാത്ത ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? സാധാരണ വരുന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, നമ്മളൊരു ലോണ് എടുത്തു ബിസിനസ്സിന് വേണ്ടി. ഫോർ എക്സാമ്പിൾ, നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ട്രയൽ ബാലൻസിൽ പറഞ്ഞിരിക്കുകയാണ് 10% ലോൺ റുപ്പീസ് 10,000 എന്ന് പറഞ്ഞിരിക്കുകയാണ്. 10,000 രൂപ നമ്മൾ ലോൺ എടുത്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. അല്ലെങ്കിൽ 12,000 രൂപ, നമുക്ക് കണക്കിന് എളുപ്പത്തിന് വേണ്ടി 12,000 ആക്കുന്നു. 12,000 രൂപ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നു. ഇൻട്രസ്റ്റ് 10% ആണ്, അല്ലേ? അപ്പോൾ അതിനെ നമുക്കറിയാം, 12,000 രൂപ 10% ഇൻട്രസ്റ്റിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 10% ഇൻട്രസ്റ്റ് കൊടുക്കണം, നിർബന്ധമാണ്. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കൊടുക്കേണ്ട, അങ്ങനെയില്ല. എന്തായാലും ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. കാരണം എന്താണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം? അത് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. ഇത്തരം
ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞ് 600 ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. 600 രൂപയാണ് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 12,000 രൂപ നമ്മൾ ലോൺ എടുത്തു, 10% ഇൻട്രസ്റ്റ്. അപ്പോൾ 12,000-ന് 10% ഇൻട്രസ്റ്റ് ആകുമ്പോൾ 1,200 രൂപയാണ് ഇൻട്രസ്റ്റ് വരിക ഒരു വർഷത്തേക്ക്. അതിന് നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളൂ? 6 മാസത്തെ ഇൻട്രസ്റ്റേ കൊടുത്തിട്ടുള്ളൂ, 600 രൂപയെ കൊടുത്തിട്ടുള്ളൂ അല്ലേ. 1,200-ൽ 600 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? 600 രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ 600 ഇന്നർ കോളത്തിൽ എഴുതി, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 600 കൂടി എഴുതി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടല് 1,200 രൂപ ഔട്ടർ കോളത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. ഞാനൊന്നുകൂടി പറയാം. നമുക്ക് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് കോളത്തിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് 10% ലോൺ എന്ന് പറഞ്ഞ് 12,000 റുപ്പീസ് തന്നിരിക്കുന്നു. 10% ലോൺ എന്ന് പറഞ്ഞ് 12,000. എമൗണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 12,000 ആക്കുന്നത്, ഇൻട്രസ്റ്റിൻ്റെ പറയാൻ എളുപ്പത്തിന് വേണ്ടി. 12,000 ആണ് നമുക്ക് ലോൺ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 12,000-ന് 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അവിടെ വ്യക്തമാണ്. കാരണം 10% ലോൺ എമൗണ്ട് കോളത്തിൽ ക്രെഡിറ്റ് കോളത്തിൽ 12,000 ആണ്. ഇനി അതിന് താഴെ എവിടെയെങ്കിലും അതിനടുത്ത് തന്നെ വേണമെന്നില്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞ് 600 തന്നിരിക്കുന്നു, 600 രൂപ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12,000-ന് 10% വെച്ച് 1,200 രൂപ 1,200 കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ പെയ്ഡ് എത്രയേ ഉള്ളൂ? 600 രൂപയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ലോൺ 600 ഇന്നർ കോളത്തിൽ എഴുതണം. ദെൻ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 600 കൊടുക്കണം. ഔട്ടർ കോളത്തിലേക്ക് വേണം 1,200 കൊടുക്കാൻ. ദെൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട്, ഡ്യുവൽ ആസ്പെക്റ്റ് വരും. ഒരു റെക്കോർഡിംഗ് കൂടിയുണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അടുത്ത് നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഹിഡൻ ഐറ്റം അല്ലെങ്കിൽ ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഇനി ചില ഐറ്റംസ് ഉണ്ട്, അതായത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ വരും എന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്നും എന്താണ് ട്രീറ്റ്മെൻ്റ് എന്ന് നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റോക്ക് ബട്ട് പർച്ചേസ് ഇൻവോയ്സ് നോട്ട് റിസീവ്ഡ്. നമ്മൾ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അത് സ്റ്റോക്കിൽ ആഡ് ചെയ്തു, പക്ഷെ നമുക്ക് ഇൻവോയ്സ് കിട്ടിയിട്ടില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബില്ലെന്ന് പറയില്ലേ, അതാണ് ഇൻവോയ്സ് അല്ലേ. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് സ്റ്റോക്കിൽ നമ്മൾ ആഡ് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു, പക്ഷേ പർച്ചേസ് ഇൻവോയ്സ് കിട്ടിയിട്ടില്ല. അത്തരം കേസുകളിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അത്തരം കേസുകളിൽ ആഡ് അലോങ് വിത്ത് പർച്ചേസസ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ആഡ് അലോങ് വിത്ത് ക്രെഡിറ്റേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതിൽ പർച്ചേസസിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിലും ആഡ് ചെയ്യുക അല്ലേ. സ്റ്റോക്കിൽ ആഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? പർച്ചേസസിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്താ കാരണം? ഇൻവോയ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ പർച്ചേസസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? ക്രെഡിറ്റേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക കേട്ടോ. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, ഇതൊക്കെ റെയർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിൻ്റ്, ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്രൈറ്റർ നോട്ട് റെക്കോർഡഡ് അല്ലേ. പ്രൊപ്രൈറ്റർ ഗുഡ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഡ്രോയിങ്സിൻ്റെ ഭാഗമാണ്, പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ട്രീറ്റ് ഇറ്റ് ആസ് ഡ്രോയിങ്സ് ആൻഡ് ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ക്യാപിറ്റൽ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അത് ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഡ്യുവൽ ആസ്പെക്റ്റ് രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ഇറ്റ് ഫ്രം പർച്ചേസസ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസസിൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കണം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച കാരണം കൊണ്ട് എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം, അത് പർച്ചേസസിൽ നിന്ന് കുറയ്ക്കണം. അടുത്ത തേർഡ് പോയിൻറ്റ്, ഗുഡ്സ് യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ് ഔട്ട് ഓഫ് പർച്ചേസസ് ബട്ട് നോട്ട് റെക്കോർഡഡ്. നമ്മൾ ഓഫീസ് പർപ്പസിന് വേണ്ടി ഗുഡ്സ് എടുത്തു അല്ലേ, പർച്ചേസസിൽ നിന്നാണ് എടുത്തത്, പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഷോ ഇറ്റ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് ഓഫീസ് എക്സ്പെൻസ്. ഓഫീസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത കാരണം കൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ അതർ സൈഡ് ഡിഡക്റ്റ് ഇറ്റ് ഫ്രം പർച്ചേസസ്. അപ്പോൾ ഗുഡ്സിൽ നിന്ന് എടുക്കുന്ന എന്തായാലും അത് പർച്ചേസസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ദെൻ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ ആസ് ദ കേസ് മാപ്പി, അതായത്
നേരത്തെ ഡ്രോയിങ്സ് ആയതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കാൻ പറഞ്ഞു. ഇപ്പോൾ അത് എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഓഫീസ് എക്സ്പെൻസ് എന്നുള്ള പേരിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ഗുഡ്സ് സോൾഡ് ബട്ട് നോട്ട് ഡെലിവേർഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റോക്ക്. ഗുഡ്സ് വിറ്റു, പക്ഷേ അതെന്ത് ചെയ്തിട്ടില്ല, ഡെലിവറി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്ന് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്റ്റോക്കിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് കുറച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഗുഡ്സ് വിറ്റു എന്നുള്ളതിന് സെയിൽസിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എന്ത് ചെയ്യുക, വൺ സൈഡ് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ, ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് അത് കുറയ്ക്കണം. അഞ്ചാമത്തെ പോയിൻറ്റ്, എക്സ്പെൻസസ് സ്റ്റോക്ക് ഐറ്റംസ് ലൈക്ക് സ്റ്റേഷനറി പോസ്റ്റേജ് എക്സ്പെൻസസ് അല്ലേ. അപ്പോൾ ഇതിന് ചില ഐറ്റംസ് ഉണ്ട്, സ്റ്റേഷനറി പോസ്റ്റേജ് പോലെയുള്ള ഐറ്റംസ് എക്സ്പെൻസുകളായിട്ട് വരും. ഇത്തരം ഐറ്റത്തിന് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ അതാണ് എക്സ്പെൻസസ് സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പറയാം. സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പോസ്റ്റേജിൻ്റെ തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പണിംഗ് ഇയർ അല്ലെങ്കിൽ ഇയർ ഓപ്പൺ ചെയ്യുന്ന അന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റേഷനറി, പെൻസില്, പേന, ഫയല് പോലെയുള്ള ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. പോസ്റ്റേജായിട്ട് ബന്ധപ്പെട്ട കവറുകൾ, സ്റ്റാമ്പ്സ് ഒക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പോസ്റ്റേജിൻ്റെയും സ്റ്റേഷനറിയുടെയൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അതിൻ്റെ പർച്ചേസസൊക്കെ തരികയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ആക്ച്വലി യൂസ്ഡ് ഐറ്റംസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ആക്ച്വലി യൂസ്ഡ് ഐറ്റംസ് കണ്ടുപിടിക്കുക? ആദ്യം എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം, അതിനോടുകൂടി പർച്ചേസസ് കൂട്ടണം, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം അല്ലേ. അപ്പോൾ അതിന് എല്ലായ്പ്പോഴും ഒരേ റൂൾ മാത്രമേ ഉള്ളൂ, എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഞാൻ ഒന്നുകൂടി പറയാം. സ്റ്റേഷനറി, പോസ്റ്റേജ് പോലെയുള്ള ഐറ്റത്തിന് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസസും ഒക്കെ തരികയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി പർച്ചേസസ് കൂട്ടുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് യൂസ്ഡ് കിട്ടും. എത്ര എമൗണ്ടിൻ്റെ സ്റ്റേഷനറി പോസ്റ്റേജൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് എന്ത് ചെയ്യുക, അത് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് 90th പേജിലാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഐറ്റംസ് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം എന്ന് പറയാനില്ല. അതായത് ചില ഐറ്റംസ് ട്രയൽ ബാലൻസിൽ തരികയാണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും. ഒന്ന്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ കൊടുക്കാനുണ്ട്, നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതാണ്. അതെന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം റെക്കോർഡ് ചെയ്യണം. കാരണം എന്താ, അത് ട്രയൽ ബാലൻസിൻ്റെ അകത്താണ് അല്ലേ. പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുൻകൂട്ടി അടച്ച എക്സ്പെൻസ് ആണ്, അത് അസറ്റാണ്, അസറ്റ് സൈഡിൽ കാണിക്കണം. അക്രൂഡ് ഇൻകം കിട്ടാനുള്ളതാണ്, അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ കിട്ടിയതെല്ലാം തന്നെ ലയബിലിറ്റിയാണ്, ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഡിപ്രീസിയേഷൻ, അതെന്ത് ചെയ്യണം, വെറുതെ ഡിപ്രീസിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആണ്, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, വെറുതെ അതിനകത്ത് അല്ലെങ്കിൽ എന്താണ് TBക്ക് അകത്ത് തരികയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻകം ടാക്സ് ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം കേട്ടോ. എന്താ കാരണം, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ബിസിനസ്മാൻ്റെ വരുമാനത്തിലുള്ള ടാക്സിനെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടായില്ല, നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പോൾ ഈ അവസാനം പറഞ്ഞിട്ടുള്ള സ്റ്റേഷനറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ അഡീഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത പ്രോബ്ലത്തിലൊരു പ്രോബ്ലം ആദ്യം ചെയ്യാം. പേജ് നമ്പർ 91 പ്രോബ്ലം നമ്പർ 1 ആണ്, ഞാൻ വായിക്കാം. പാസ് ദ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എൻട്രീസ് ഇൻ R. Manoj's journal on 31st December 2018. സ്മോൾ ലെറ്റർ A പോയിൻ്റ് ആണ്. The stock on 31st December 2018 was valued at ₹75,000. B പോയിൻ്റ് ആണ്. ₹10,000 for wages and ₹2,500 for printing charges were outstanding. C പോയിൻ്റ്, ₹1,000 for insurance were paid in advance. D പോയിൻ്റ് ആണ്. റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ₹2,500 and on furniture ₹10,000. E പോയിൻ്റ് ആണ്. ₹7,500 were received in advance for commission. F പോയിൻ്റ് ആണ്.
ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ₹2,000 വേർ യെറ്റ് ടു ബി റിസീവ്ഡ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതെടുക്കാൻ കാരണം, ഇത് സെലക്ട് ചെയ്യാൻ കാരണം, ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുട്ടികൾക്കൊരു ടഫ്നെസ് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി എഴുതുന്നൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത്. പിന്നെ നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജേണൽ എൻട്രി എഴുതുന്ന ക്വസ്റ്റ്യനാണിത്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഇതാണ്. സ്റ്റോക്ക് ഓഫ് 31st December വാസ് വാല്യൂഡ് അറ്റ് ₹75,000 എന്നാണ് ട്രാൻസാക്ഷൻ. ഇതുപോലെയുള്ള ജേണൽ എൻട്രി നമുക്ക് എഴുതി പരിചയം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് ബൈ സൈഡിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സൈഡിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പോസ്റ്റിംഗ്. അപ്പോൾ ജേണലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 75,000, 75,000 ടു ട്രേഡിംഗ് അക്കൗണ്ട് 75,000. നരേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് നരേഷൻ. ഞാൻ എഴുതുന്നില്ല. ഇതിൽ ഡേറ്റ് 31st December 2018 ആണ്. 2018. അടുത്തത് ക്ലോസിംഗ് എൻട്രീസ് ആണ്. അടുത്തത് ബി പോയിൻ്റ്, 10,000 ₹10,000 ഫോർ വേജസ് ആൻഡ് 2,500 ഫോർ പ്രിൻറ്റിംഗ് ചാർജസ് വേർ ഔട്ട്സ്റ്റാൻഡിങ്. ഇത് രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ വേജസ് അക്കൗണ്ട് ഡെറ്റർ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനേ പറ്റുള്ളൂ. വേജസ് അക്കൗണ്ട് ഡെറ്റർ ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് അതത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നേ ഉള്ളൂ. അത് എന്തിൻ്റെ ഭാഗം തന്നെയാണ്? വേജസിൻ്റെ ഭാഗം തന്നെയാണ്. ടു വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 10,000. ബീയിങ് എൻട്രി ഫോർ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. അത്രേ വേണ്ടൂ. വേറെ വലിയ ഒരു പ്രാധാന്യം അവിടെ, അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം എന്തിനില്ല? നമ്മുടെ നരേഷനില്ല. അടുത്തത് ഇതിൽ തന്നെ രണ്ടായിട്ടുണ്ടല്ലോ, ബിയിൽ തന്നെ രണ്ടായിട്ടുണ്ട്. എന്താണ്? പ്രിൻറ്റിങ് ചാർജസ് ഉണ്ട്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെ പ്രിൻറ്റിങ് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ. പ്രിൻറ്റിങ് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ. പ്രിൻറ്റിങ് ചാർജസ് എത്രയാണ്? 2,500 ആണ്. 2,500 ടു പ്രിൻറ്റിങ് ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് 2,500. ബീയിങ് പ്രിൻറ്റിങ് ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബീയിങ് ജേണൽ എൻട്രി ഫോർ പ്രിൻറ്റിങ് ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ്. സി പോയിൻ്റ്, തേർഡ് പോയിൻ്റ്, ₹1,000 ഫോർ ഇൻഷുറൻസ് വേർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇൻഷുറൻസ് അഡ്വാൻസ് ആണ്, ഓപ്പോസിറ്റ് ആണ് വരിക. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട് ആണ് വരിക. പ്രീപെയ്ഡ് ഇൻഷുറൻസ് വരുന്ന ₹1,000 ആണ്.
1000 to insurance account ₹1000. Being journal entry for prepaid insurance. അടുത്തത് സി പോയിന്റ് കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 2500, ഫർണിച്ചർ 10000. അപ്പോൾ അവിടെ ഒന്നിച്ച് എഴുതാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി ടു ഫർണിച്ചർ എഴുതാം. രണ്ട് അക്കൗണ്ടിലും ബൈ ഡിപ്രീസിയേഷൻ ആണല്ലോ വരുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. ഒരൈറ്റം കൂടി ഉണ്ട്, മെഷീനറി ഉണ്ട്, ഫർണിച്ചറുണ്ട്. ഇവിടെ നമുക്ക് മെഷീനറിയുടെയും ഫർണിച്ചറിൻ്റെയും എന്ത് തന്നിരിക്കുകയാണ്? എമൗണ്ടാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ 2500, മെഷീനറിക്ക് 2500, ഫർണിച്ചറിന് 10000 ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ക്രെഡിറ്റ് കോളത്തിൽ 2500 10000 എഴുതുക. ഡെബിറ്റിൽ 12500. ബീയിങ് ഡിപ്രീസിയേഷൻ മെയ്ഡ്, ബീയിങ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ്. അടുത്തത് ₹7,500 were received in advance for commission. അഡ്വാൻസ് കിട്ടിയതാണ്, കമ്മീഷനായിട്ട് അഡ്വാൻസ് കിട്ടിയതാണ്. അഡ്വാൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 7500 to commission received in advance account. Commission received in advance account 7500. Journal entry for commission received in advance. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ല, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ₹2000 were yet to be received. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല, അക്രൂഡാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ 2000 to interest on investments account. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അക്രൂഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതിയാലും മതി. ഇത് ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ജേർണൽ എൻട്രി ഫോർ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് എഴുതിയോണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇത് ജേർണലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്, ജേർണൽ എൻട്രി എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫൈനൽ അക്കൗണ്ട് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് P&L അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എഴുതാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ സംശയം വരും. ചിലപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ പലപ്പോഴും കുട്ടികൾ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് ഇത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് വേജസ് അക്കൗണ്ടിലേക്ക് ആദ്യം തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് മാറ്റുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത് വേജസിൻ്റെ ഭാഗമാണ്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ആ വേജസ് ആണ് എവിടേക്ക് പോകുന്നത്? P&L അക്കൗണ്ടിലേക്ക് പോകുന്നത്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന കാരണം കൊണ്ടാണ് നമ്മൾ വേജസ് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ആഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ജേർണൽ എൻട്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് പോലെയുള്ള ഐറ്റംസ്, ഡിപ്രീസിയേഷൻ പോലെയുള്ള ഐറ്റംസ് വളരെ വളരെ ശ്രദ്ധിക്കണം. അതേസമയം സ്റ്റോക്ക് പോലെയുള്ള ഐറ്റംസ് സാധാരണ നമുക്ക് അറിയുന്ന ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസ് ആണ്. ഡിപ്രീസിയേഷനും ഒരു പരിധി വരെ നമുക്കറിയാം. മറ്റുള്ള ജേർണൽ എൻട്രീസ് എല്ലാം തന്നെ കുട്ടികളൊന്ന് ബൈ ഹാർട്ട് തന്നെ പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ, കുഴപ്പമില്ല.
ഇത് ജേണൽ എൻട്രി സാധാരണ അങ്ങനെ ചോദിച്ചിട്ടല്ല, പക്ഷേ ജേണൽ എൻട്രി എഴുതി ജേണലൈസ് ചെയ്യാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് വരുന്ന എക്സാം ആയതുകൊണ്ട് ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അത്തരൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ചെയ്യാൻ കിട്ടാതിരിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ഇവിടെ സോൾവ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പ്രാക്ടിക്കലിലെ എല്ലാ ക്വസ്റ്റ്യനും തന്നെ ചെയ്യാനുള്ള സമയം നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് സോൾവ് ചെയ്തിട്ടുള്ള അഡീഷണൽ പ്രോബ്ലത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 2, 3, 4 ആ ക്വസ്റ്റ്യൻ കുട്ടികൾ ഹോംവർക്കായിട്ട്, ബാക്കിയുള്ള ക്വസ്റ്റ്യനും ചെയ്യണം, ഞാൻ അതിന് ശേഷം പറയാം കേട്ടോ. 2, 3, 4 തൽക്കാലം എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർ അതത് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 98 പ്രോബ്ലം നമ്പർ 5 ആണ്. എല്ലാ ക്വസ്റ്റ്യനും തന്നെ സോൾവ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും തന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റേഷനറിയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st December 2018. ട്രയൽ ബാലൻസ് ആണ്. സ്റ്റോക്ക് ഓൺ 1st January 2018 അതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിങ് സ്റ്റേഷനറി ₹150 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് 3500 ആണ്. പർച്ചേസസ് ആൻഡ് സെയിൽസ് അത് 12,400, 17,100. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് 9,000, 5,000. ഡിസ്കൗണ്ട്സ് 350, 410. സാലറീസ് 1,500. സ്റ്റേഷനറി 750. റെൻറ്റ് 450. General expenses 350, fixed assets 14,000, drawings 1,800, drawings and capital 1,800 and 24,000, bad debts 600, bad debts recovered 175, bad debts provision 500, cash in hand 725, cash at bank 1,760. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. മേക്ക് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് പോയിന്റ്, സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഇൻക്ലൂഡിങ് സ്റ്റേഷനറി ₹200, 3,100. സ്റ്റേഷനറി അടക്കം ₹200, സ്റ്റേഷനറി അടക്കം 3,100. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, മെയിൻറ്റെയിൻ ദ റിസർവ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് അറ്റ് 5% ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ്. മൂന്നാമത്തെ പോയിന്റ്, ജനറൽ മാനേജർ ഈസ് ടു ബി പെയ്ഡ് 12% കമ്മീഷൻ ഓൺ ദ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഔട്ട്സ്റ്റാൻഡിങ് ഫോർ സ്റ്റേഷനറി ₹150. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം നമുക്കറിയാം, നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതി പോകാവുന്നതാണ്. ആദ്യം ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ് ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതി പോകാവുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1st January നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക കുട്ടികൾ. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് തോന്നും ഓപ്പണിംഗ് സ്റ്റോക്കിൽ അതടക്കം ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ച് ചെയ്തുകൂടെ എന്ന് തോന്നും, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തോന്നും. പക്ഷേ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്കാണ്. അതിൽ ഓഫീസ് എക്സ്പെൻസ് വരുന്നൊരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് വരാൻ പാടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ ലെസ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് 150 ആണ്. 180. അപ്പോൾ 3,350 ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റേഷനറി ലെസ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇനി ബൈ സെയിൽസ് അല്ല, പർച്ചേസ് എഴുതിയിട്ടില്ല നമ്മൾ. ടു പർച്ചേസസ്. പർച്ചേസസ് എഴുതുമ്പോൾ അതിൽ എന്തുണ്ട്? അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, കാണാനില്ല. ഇപ്പോൾ 12,400.
12,400. ഇനി ബൈ സെയിൽസ് എഴുതുമ്പോഴും സെയിൽസിൽ നമുക്ക് ലെസ് ചെയ്യുന്ന ഐറ്റം ഉണ്ടോ എന്ന് നോക്കുക. സെയിൽസ് റിട്ടേൺ കാണാനില്ല. 17,100. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേഷനറി മാത്രമല്ല കേട്ടോ, മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരാം. സ്റ്റേഷനറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായിരിക്കും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബൈ ക്ലോസിംഗ് സ്റ്റോക്കിലും ഈ ഒരു കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേഷനറി 200 ആണ്. അപ്പോൾ 3100 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ലെസ് സ്റ്റേഷനറി. സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 200. അപ്പോൾ 200 പോയി കഴിഞ്ഞാൽ 3000. അപ്പോൾ 2900. 2900. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പർച്ചേസസ് കഴിഞ്ഞാൽ വേജസോ കാരേജ് ഇൻവേർട്സോ ഫ്രൈറ്റോ ഓക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഡ്രോയിങ്സ്, ബാഡ് ഡെപ്റ്റ്, റിക്കവേർഡ്, വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഒരു ലൈൻ ഇറക്കി വരയ്ക്കുക, 2 സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക, ടോട്ടൽ ചെയ്യുക. 0 0 20,000 ആണ് കിട്ടുന്നത്. കുട്ടികളതിൻ്റെ കാൽക്കുലേഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ 12 3 15 750 15,750. അപ്പോൾ 4,250. ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ. ഇനി അത് P&L അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതുന്നു. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 4250. ഇനി നമുക്ക് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ എടുത്ത് എഴുതുക. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ഒക്കെ എടുത്ത് എഴുതുക. പക്ഷേ ഞാൻ ഈ ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതുന്നുള്ളൂ, കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ചെയ്തു പോകാൻ അതാണ് നല്ലത്. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടേക്ക് എടുത്ത് എഴുതി വയ്ക്കാം, 4250. അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് P&L അക്കൗണ്ട് മാത്രമായിട്ട് ചെയ്യാം. P&L അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ റിസൾട്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഐറ്റംസ് എടുത്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഐറ്റം തൊട്ട് ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ഇതിൽ നോക്കാതെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ P&L അക്കൗണ്ട് എഴുതുന്ന സമയത്ത് 1 by 1 ആയിട്ട് ഓരോ ഐറ്റംസ് വായിച്ച് പോവുകയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ സ്റ്റോക്ക്, പർച്ചേസ് ആൻഡ് സെയിൽസ് നമ്മളെടുത്തു. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അസറ്റും ലയബിലിറ്റിയാണ്. ഡിസ്കൗണ്ട്സ്, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾ, ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ ഡിസ്കൗണ്ട് ചിലപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനോടുകൂടി ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാന്നുള്ളത് അത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഐറ്റംസ് വരുന്ന മുറയ്ക്ക് നമുക്ക് എടുത്ത് എഴുതാം. ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത്, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികൾ, ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉണ്ട് അല്ലേ. ഇപ്പം ഇത്തരം കേസുകളിൽ ഡിസ്കൗണ്ട് നമ്മൾ എങ്ങനെ എഴുതുമെന്നുള്ള ഒരു സംശയം ചില കുട്ടികൾക്കെങ്കിലും വരാം. അപ്പോൾ അവിടെ പറയാനുള്ളത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റിലുള്ളത് നമ്മുടെ എക്സ്പെൻസ് ആണ്. 350 ആണ് ഡെബിറ്റിലുള്ളത്. ഇതിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? ഇത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഇതിങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, അറിയാൻ വേണ്ടിയിട്ട് എഴുതുകയാണ് ബെസ്റ്റ്. ഇത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അതിൻ്റെ എമൗണ്ട് 410 ആണ്. അപ്പം ഇങ്ങനെയാണ് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ ലൈനിൽ തന്നെ ഡിസ്കൗണ്ട് തരുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അടുത്ത് സാലറീസ് ആണ്. ഇപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ജനറൽ മാനേജർക്ക് കമ്മീഷൻ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറി ആണുള്ളത്. അപ്പോൾ സാലറീസിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ സാലറീസ് എടുത്ത് എഴുതാം. സാലറീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ടു സാലറീസ്
1500, 1500. അടുത്ത ഐറ്റം സ്റ്റേഷനറിയാണ്. സ്റ്റേഷനറിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഈ ക്വസ്റ്റ്യനിൽ, അതുകൊണ്ടാണ് സ്റ്റേഷനറി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റേഷനറിയിലോട്ടൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റേഷനറി ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമുക്ക് ആദ്യം സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി തുടക്കത്തിൽ തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഒപ്പമായിരുന്നു 150 രൂപയാണ്. അപ്പോൾ 150 രൂപയ്ക്കുള്ള സ്റ്റേഷനറി ബിസിനസ്, അതായത് ഓപ്പണിംഗ് ഡേയിൽ ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റേഷനറിയുടെ 150 രൂപയ്ക്കുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം, അതിൻ്റെ അർത്ഥം അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് പർച്ചേസസ്. ആഡ് പർച്ചേസസ്. പർച്ചേസസിൻ്റെ ബ്രാക്കറ്റിൽ പെയ്ഡ് എന്ന് കൊടുക്കണം. പെയ്ഡ്, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ പർച്ചേസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള 750 രൂപ. എന്താ പെയ്ഡ് എന്ന് കൊടുക്കുന്നത്? ദെൻ ആഡ് പർച്ചേസസ് തന്നെ, ആഡ് പർച്ചേസസ് തന്നെ അൺപെയ്ഡ് ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലെ ഏറ്റവും അവസാനത്തെ ഐറ്റം നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറി 150 രൂപ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 750 രൂപയ്ക്കല്ല നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, 900 രൂപയ്ക്ക്, അതായത് 750 150 900 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 750 രൂപ പേ ചെയ്തു, 150 രൂപ പേ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് രണ്ടും പർച്ചേസസ്, ഇത് നമ്മൾ എഴുതിയതാണ്. പർച്ചേസസ് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല, വെറും സ്റ്റേഷനറി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസസ് എന്ന് പറയുന്നത് ഈ വർഷം 750 രൂപ നമുക്ക് എക്സ്പെൻസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കുട്ടികൾ വിലയിരുത്തണം? പർച്ചേസസ് ഓഫ് സ്റ്റേഷനറി, അങ്ങനെ വിലയിരുത്തുക തന്നെ വേണം കേട്ടോ. അപ്പോൾ പർച്ചേസസ് ഓഫ് സ്റ്റേഷനറിയിൽ പെയ്ഡ് 750ഉം അൺപെയ്ഡ് 150 രൂപയുമാണ് വരിക. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. 0 5 1 1050 രൂപയാണ് മൊത്തം വന്നിട്ടുള്ളത്. അപ്പോൾ 900 150 1050 ആണ് ടോട്ടൽ. ലെസ് എന്താണ്? ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കിയുണ്ട് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 200 രൂപയാണ്. 200 രൂപയാണ്. അത്രയും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 850 രൂപ കിട്ടും. ഈ 850 രൂപയാണ് എന്ത്? സ്റ്റേഷനറി യൂസ്ഡ്. 850 രൂപയുടെ സ്റ്റേഷനറിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയേണ്ടത് സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ സ്റ്റേഷനറി എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്നുള്ളതല്ല, ഈ വർഷം നമ്മൾ എത്ര രൂപയുടെ സ്റ്റേഷനറി ഉപയോഗിച്ചു. സ്റ്റേഷനറി യൂസ്ഡ്, മനസ്സിലായാലോ? സ്റ്റേഷനറി യൂസ്ഡ് ആണ് അറിയേണ്ടത്. യൂസ്ഡ് അറിയാൻ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് സ്റ്റേഷനറി യൂസ്ഡ് കിട്ടും. അപ്പോൾ സ്റ്റേഷനറി യൂസ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അത് നമുക്ക് 850 എന്നുള്ളത് കിട്ടി. അപ്പോൾ സ്റ്റേഷനറി കഴിഞ്ഞാൽ അടുത്ത റെൻ്റാണ്. റെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 450 ആണ്. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും റെൻറ്റിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ റെൻറ്റ് 450. അടുത്ത ഐറ്റം ജനറൽ എക്സ്പെൻസസ് 350. ജനറൽ എക്സ്പെൻസസ് ഇതൊരു ഓർഡിനറി എക്സ്പെൻസസ്. ജനറൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ടൈപ്പ് എക്സ്പെൻസ്, പല രീതിയിൽ എക്സ്പെൻസ് വന്ന് 350 രൂപ. പിന്നെ ഫിക്സഡ് അസറ്റ് ആണ്. ഡ്രോയിങ്സ് ആൻഡ് ക്യാപിറ്റൽ, ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമുക്ക് എടുക്കണം. ബാഡ് ഡെബ്റ്റ് നമുക്ക് എടുക്കേണ്ടതാണ്. ബാഡ് ഡെബ്റ്റ്സ് എമൗണ്ട് വന്നിട്ടുള്ള എത്ര? 600 രൂപയാണ് ബാഡ് ഡെബ്റ്റ്സിൻ്റെ എമൗണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനോടുകൂടി എന്ത് ചെയ്യണം? അഡീഷണൽ ബാഡ് ഡെബ്റ്റ് ആഡ് ചെയ്യണം, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം, ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ന്യൂ പ്രൊവിഷൻ ഉണ്ട് അല്ലേ, ഇവിടെ ഓൾഡ് പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കുക. ബാഡ് ഡെബ്റ്റ് പ്രൊവിഷൻ ഉണ്ട്, ബാഡ് ഡെബ്റ്റ് റിക്കവേർഡും ഉണ്ട്. ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് ഉണ്ട്. ബാഡ് ഡെബ്റ്റ് കഴിഞ്ഞാൽ ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, ആഡ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെപ്റ്റേഴ്സ് നോക്കുക ആദ്യം. ഡെപ്റ്റേഴ്സ് 9000 ആണ്. ആ 9000ൻ്റെ എത്ര ശതമാനമാണ് പറഞ്ഞിട്ടുള്ളത്? 5%. അപ്പോൾ 9000ൻ്റെ 5%. 9000 × 5/100 10% എന്ന് പറയുമ്പോൾ 900.
അല്ലേ? 9%, 5% എന്ന് പറയുമ്പോൾ 450. ആഡ് ചെയ്യുമ്പോൾ 0, 5, 1050 ലെസ് എന്താണ്? ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ ഫോർ DD നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടുള്ള? 500 രൂപയാണ്. 500. അപ്പോൾ ഇവിടെ 1050 അതിൽ നിന്ന് 500 കുറച്ച് 550 രൂപ ഔട്ടർ കോളത്തിൽ പ്രൊവൈഡ് ചെയ്തു. ഇനി അതിൽ അതിനിടയ്ക്കൊരായിട്ട് നമ്മൾ വിട്ടുപോയതല്ല, നമ്മൾ വായിച്ച് വിട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. നേരത്തെ ഇതുപോലെ ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടി, ഇൻകമാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് 175. അതായത് കിട്ടില്ല എന്ന് വിചാരിച്ച കടാണ്, കിട്ടില്ല എന്ന് വിചാരിച്ച് റൈറ്റ് ഓഫ് ചെയ്തതാണ്. അത് നമുക്ക് റിക്കവറി ചെയ്ത് കിട്ടിയപ്പോൾ അത് എഴുതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ കഴിഞ്ഞു. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ എടുത്തു. മെയിൻറ്റെയിൻ ദ റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ ചെയ്തു. ജനറൽ മാനേജർ ഈസ് ടു ബി പെയ്ഡ് 12% കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷനാണ്. അപ്പോൾ ജനറൽ മാനേജറുടെ കമ്മീഷനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ജനറൽ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് എഴുതി വയ്ക്കാം. എഴുതി വെച്ചിട്ടാണ് ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയാണ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. അതുകൂടി എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ക്ലോസ് ചെയ്യുന്നത്. കാരണം ഇത് ഇത്തരമൊരു ക്വസ്റ്റ്യനിൽ, അതായത് ഈ മാനേജേഴ്സ് കമ്മീഷൻ വരുന്നൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടും കൂടി, ഇനി എഴുതാനുള്ളത് മാനേജേഴ്സ് കമ്മീഷനും പിന്നെ നെറ്റ് പ്രോഫിറ്റാണ്. അപ്പോൾ രണ്ടിനുള്ള സ്പേസ് വിട്ടിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേറൊന്നും എഴുതാനില്ല എന്ന് വിചാരിക്കുന്നു. 4835 4835 അതന്നെ അപ്പുറത്തേക്ക് എഴുതുക. 4835. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ടോട്ടൽ ഒന്ന് റഫായിട്ട് എടുക്കുക. റഫായിട്ട് ഒന്ന് ബാലൻസ് ചെയ്യുക. റഫായിട്ട് എടുത്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഇവിടെ വരുന്ന പ്രോഫിറ്റ് 785 അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ എഴുതുന്നുണ്ട്. നമ്മുടെ വർക്കിംഗ് നോട്ട് പോലെ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്, സ്പേസ് ഇല്ലാത്ത കാരണം. 785 രൂപയാണ് ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് വരുന്നത്. പക്ഷേ ആ 785 രൂപ ഇവിടെ എഴുതാൻ പറ്റില്ല. എന്താ കാരണം? ഇവിടെ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. കാരണം ഇതിൽ ഇനി ഒരൈറ്റം കൂടി മാനേജേഴ്സ് കമ്മീഷൻ കൂടി പ്രൊവൈഡ് ചെയ്താലാണ് റിയൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ വരുന്ന ബാലൻസിങ് ഫിഗറിന് നമ്മൾ എന്ത് പറയും? നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയും. നോഷണൽ പ്രോഫിറ്റ് ആണ് എത്ര? 785. ഇനി മാനേജേഴ്സ് കമ്മീഷൻ എത്രയാണ്? ഈ 785ൻ്റെ 12% നോഷണൽ പ്രോഫിറ്റിൻ്റെ 12%, അല്ലേ? അത് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 785 × 12/100. ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? 785 × 12/112, അല്ലേ? അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 785 × 12/100 ചെയ്താൽ മതി. റൗണ്ട് ചെയ്തിട്ട് എഴുതാട്ടോ. 94 ആണ് വരുന്നത്. 94. ഇനി നെറ്റ് പ്രോഫിറ്റ് കാണണം. നെറ്റ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 94 കുറച്ചാൽ മതി, അല്ലേ? ബാക്കിയുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ് വരിക. നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 691. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 2-3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളത് ശ്രദ്ധിക്കണം. ഒന്ന് നമ്മുടെ സ്റ്റേഷനറിയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ശ്രദ്ധിക്കണം. സ്റ്റേഷനറി കൺസ്യൂംഡ് ആണ്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേഷനറി കൺസ്യൂംഡ് ആണ്. മറ്റൊന്ന് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആണ്. ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അടുത്തത് മാനേജേഴ്സ് കമ്മീഷനാണ്. ഇതും കുട്ടികൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലായി. മാനേജേഴ്സ് കമ്മീഷൻ നമുക്കൊരു നേരത്തെ തിയറിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അറിയാം. എങ്കിലും അത് അപ്ലൈ ചെയ്യുന്ന ടെക്നിക്ക് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ടേ ആയിട്ടുള്ളൂ.
ഇനി ഇതിൻ്റെ എന്തുകൂടി വരയ്ക്കണം, ബാലൻസ് ഷീറ്റ് കൂടി വരയ്ക്കണം. അപ്പോൾ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മാനേജേഴ്സ് കമ്മീഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കാരണം എന്താ, പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം, നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം മാനേജേഴ്സ് കമ്മീഷൻ കാണാൻ, അല്ലേ? അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്യാനായിട്ടില്ല, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടുന്ന ഒരു ഐറ്റമാണ് മാനേജേഴ്സ് കമ്മീഷൻ 94 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേഷനറിയുടെ ഒരു 150 ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമില്ല കേട്ടോ, വേറെ ഔട്ട്സ്റ്റാൻഡിങ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ മാനേജേഴ്സ് കമ്മീഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അത് എവിടേക്ക് വരും, ബാലൻസ് ഷീറ്റിലേക്ക് വരും. നെറ്റ് പ്രോഫിറ്റ് 691 രൂപ ക്യാപിറ്റലിലേക്ക് വരും. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ന്യൂ പ്രൊവിഷൻ അവിടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കാനുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് എവിടേക്ക് വരുന്നത്, ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് വർക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടെങ്കിൽ അത് എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 725. ഇനി ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടോ നോക്കുക. ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, അത് എഴുതുക. ക്യാഷ് അറ്റ് ബാങ്ക് നമുക്ക് 1760 ആണ്, 1760. ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാനുള്ളത് അതിൽ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 200. ഇനി നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ നമ്മൾ നേരത്തെ കുറച്ച് എഴുതിയിരുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് 2900, അതായത് നമുക്കുള്ളത് 3100 ആണ്. 3100 മൈനസ് ഈ 200, അപ്പോൾ 2900. ക്ലോസിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡെപ്റ്റേഴ്സ് എഴുതാം. ഇപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 9000 ആണ്. ഇതിൽ ലെസ് ന്യൂ പ്രൊവിഷൻ 5% ആണ്. 5% ആകുമ്പോൾ 480 രൂപ. 480 രൂപ, അതെ. അപ്പോൾ 8550 ആണ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട്. ദെൻ ഇനി അവിടെ എഴുതാനുള്ളത് ഏതെങ്കിലും അസറ്റ് ഉണ്ടോ നോക്കുക. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്, എല്ലാം കൂടി ഒന്നിച്ചാണ്. ഫിക്സഡ് അസറ്റ് 14,000. ഇനി ഇവിടെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് ജനറൽ മാനേജേഴ്സ് കമ്മീഷൻ എഴുതാം. മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിങ്. കാരണം ഇത് എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആണ് വരിക, കാരണം പ്രോഫിറ്റ് നോക്കിയിട്ട് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണിത് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. 94 രൂപയാണ് വരുന്നത്, 94. ഇനി നമുക്ക് സ്റ്റേഷനറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. സ്റ്റേഷനറി വാങ്ങിയതിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടെന്നർത്ഥം. ആ സ്റ്റേഷനറി ഔട്ട്സ്റ്റാൻഡിങ് 180 രൂപ. ഇനി അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സിലൂടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അപ്പോൾ അത് നേരിട്ട് എഴുതാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 5000 ആണ്, 5000. ഇതിനെന്ത് ചെയ്യാം, ക്യാപിറ്റൽ എഴുതാം. ക്യാപിറ്റൽ എന്തായാലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അപ്പോൾ ഇന്നർ കോളത്തിൽ എഴുതാം. 24,000 ആണ് ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്.
അതിനോടുകൂടി ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ, അത് കുറയ്ക്കണം. 24,691 ആണ് വരിക. ലെസ് ഡ്രോയിങ്സ്. ലെസ് ഡ്രോയിങ്സ് വരുന്നത് 1,800, 1800 ആണ്. അപ്പോൾ ഔട്ടർ കോളത്തിലേക്ക് വരുന്നത് 22,891. 22,891 ഇതാണ് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് വരുന്ന എമൗണ്ട്. ഇനി രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 28,135 28,135 ഡബിൾ ലൈൻ ചെയ്യുക. ഇവിടെയും അതെ 28,135. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.